ഭയങ്കര. ഇനിയിപ്പോൾ ഇത് ഒന്ന് നല്ലോണം ഡ്രൈ ആവരുത്, ലൈറ്റ് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒന്ന് വാഷ് ചെയ്ത് നല്ല തണുത്തുള്ള വാഷ് നല്ലോണം സ്ക്രബ് ചെയ്തിട്ടാണ് കളയണം. ഇത് ഈ ഫേസ് മൂക്കിന്റെ ഭാഗം ബാക്കറ്റ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ കളയാനൊക്കെ വളരെ നല്ല സംഭവമുള്ള റെമഡിയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും. അത്രയും പക്ക റിസൾട്ട് ആണ് ഇത്. എന്റെ ഗ്യാരണ്ടിയാണ്. എന്റെ വൈറൽ ഫേസ് പാക്കും കൂടിയാണ് ഇത്, പാലും ഉലുവയും. ഹായ് ഡിയേഴ്സ്, അങ്ങനെ ഞാൻ ആ ഫസ്റ്റത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരെ ഫേസ് പാക്കാണ് ചെയ്യാൻ പോകുന്നത്. ജാസിയുടെ വൈറൽ ഫേസ് പാക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വളരെ വീട്ടിലുള്ള 2 ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെമഡിയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മളെ വീട്ടിലുള്ള പാല്, ഞാൻ വലിയൊരു ടീസ്പൂൺ പാലും അതിൻ്റെ കൂടെ തന്നെ വലിയൊരു ടീസ്പൂൺ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലിനുള്ള കാര്യം പറയണമെങ്കിൽ വളരെ സ്കിന്നിന് വൈറ്റനിങ്ങും ഗ്ലോയൊക്കെ തരും. അതുപോലെ തന്നെ ഉലുവയും നല്ലൊരു മുഖത്തേക്ക് തേക്കാനായിട്ട് മുഖത്തും നമ്മുടെ ഫേസിനും ഹെയറിനൊക്കെ പറ്റിയ നല്ലൊരു ബെനിഫിറ്റുള്ളൊരു ഉലുവയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മുഖത്തൊക്കെ നല്ല ബ്ലാക്ക് ഹെഡ്സ്, നമ്മളെ മൂക്കിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറിക്കിട്ടാനും നല്ല അടിപൊളി ടിപ്സും കൂടിയാണ് കേട്ടോ ഇത് ഒരാഴ്ച തേച്ച് റെഗുലറായിട്ട് ഒരാഴ്ച നമ്മൾ മുഖത്തേക്ക് തേച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പം ഈ പാക്കിനെ പറ്റി, ഉലുവയെപ്പറ്റി പറയാനാണെങ്കിൽ, ഉലുവ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ നമുക്ക് കുറച്ച് നല്ലൊരു ഗ്ലോ തരും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന വൈറ്റമിൻ സി ഒക്കെ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ചുടുവേടും വരകളൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിത്തരാനായിട്ട് നമ്മളെ മുഖത്തേക്ക് സാധിക്കുകയും ചെയ്യും. നമുക്കൊരു കൊറിയൻ ഗ്ലാസ് സ്കിന്ന് പോലെ നമുക്കത് നല്ലോണം അത് നമ്മളെ മുഖത്ത് നന്നായിട്ട് അത് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ചർമ്മത്തിന് നല്ലൊരു ഗ്ലിസറിൻ ലുക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എണ്ണമയമുള്ള ആൾക്കാർക്കും ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണിത്. വളരെ എളുപ്പമാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ വൈറ്റനിങ് ഏജൻറ്റും ഒക്കെ ഉള്ളൊരു, പാലിനൊക്കെ ആണെങ്കിൽ നല്ലൊരു വൈറ്റനിങ് ഏജൻറ്റൊക്കെ തരാൻ പറ്റിയൊരു ടോണറും കൂടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഗ്ലിസറിനൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാട്ടും നമ്മളെ വീട്ടിൽ തന്നെ പാലിങ്ങനെ നമ്മുടെ മുഖത്തേക്ക് പെടുത്തുമ്പോൾ തന്നെ നല്ലൊരു അഴുക്കൊക്കെ മാറിക്കിട്ടും. അപ്പം ഞാൻ പേസ്റ്റ് കണക്ക് മാറ്റിയെടുത്തിട്ട് മുഖത്തേക്ക് ഞാൻ മേക്കപ്പ് ബ്രഷല്ല, നമ്മുടെ ഫേഷ്യൽ ബ്രഷ് എടുത്തിട്ട് മുഖത്തേക്ക് എല്ലായിടവും ഞാൻ പുരട്ടിയത്, മുഖത്തും കഴുത്തൊക്കെ നന്നായിട്ട് ഞാൻ പുരട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയാണെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടും. നമ്മളെ കണ്ണിനൊക്കെ നമ്മളെ പുരട്ടി നോക്കുക. അപ്പോൾ നമ്മളെ നല്ലോണം ട്രൈ ആവേണ്ട, നമ്മൾ 20-25 മിനിറ്റ്സൊക്കെ വെച്ചിരിക്കണം. ഞാൻ എല്ലായിടവും പുരട്ടിയതാണ്, പക്ഷേ അത് നല്ല ഉണങ്ങി പിടിച്ചപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയതാണ്. അപ്പം നല്ല ഉണങ്ങിയ ശേഷം നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകി കളയും. അപ്പം നല്ല സ്ക്രബും കൂടിയാണ് നമ്മുടെ ഉലുവയെന്ന് പറയുമ്പോൾ. അപ്പം ഞാൻ ഇത് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ നിന്ന് കട്ടായിപ്പോയി. അപ്പം ഞാൻ കഴുകി കളഞ്ഞ് സ്പോഞ്ച് വെച്ച് തുടച്ചിട്ടുണ്ട്. അപ്പം ഇത് നല്ലൊരു ഗ്ലോയും കൂടെ നമുക്ക് കിട്ടും. സ്കിന്നിലുള്ള ഓപ്പൺ പോർട്സൊക്കെ നമുക്ക് തുറന്ന് വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ. ഇത് ഒരാഴ്ച നമ്മൾ മുഖത്തൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ ഇതിലുണ്ട്. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുഖത്ത് 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു നല്ലൊരു ബ്രൈറ്റ്നസ് ഫീലിംഗ് നമുക്ക് കിട്ടും. ബ്രൈറ്റ്നസ് മാത്രമല്ല, ഗ്ലോ ഫീലിംഗ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് മുഖത്ത് വയ്ക്കുമ്പോൾ ഡ്രൈനെസ് ആവാൻ പാടില്ല. അപ്പോൾ ഈ ഡ്രൈനെസ് ആവുന്ന മുമ്പേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് തന്നെ വാഷ് ചെയ്ത് കളയണം കേട്ടോ. അപ്പം ഇത് ഒരാഴ്ച കൊണ്ട് നമ്മുടെ മുഖത്തേക്ക് നല്ല ഗ്ലോ കിട്ടും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.